ഇന്നലെ മറ്റേ കാറ് നന്നാക്കി. ഈ വലിയ വലിയ ബാക്കിലാണ് മൊബൈൽ ഇട്ടുകൊണ്ട് ഓടിക്കണം. പാളുണ്ടായിരുന്നു അയാളുടെ സ്കൂട്ടർ. മൊബൈലും വെച്ചോണ്ടാവുക. ഇങ്ങനെയൊക്കെ ആളുകളിലാണ് പ്രശ്നം ഉണ്ടാക്കണത്. ആ മൊബൈലും വെച്ചോണ്ട് ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കണം. ഇന്നലെ നമ്മുടെ ഈ കാറ് നന്നാക്കിച്ചു. നമ്മുടെ കോലഞ്ചേരിയിൽ നന്നാക്കിച്ചു. വലിയ വലിയ ഇവൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. ഈ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഒന്നും പോയില്ല. കോലഞ്ചേരിയിൽ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് വർക്ക്ഷോപ്പിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ചെയ്യിച്ചു. വലിയ കുഴപ്പമില്ല. അതിൻ്റെ ആ ഇത് മാറ്റി, ഫ്രണ്ടിലത്തെ 2 ഷോക്ക് അബ്സോർബർ മാറ്റി, റൈറ്റ് സൈഡിൽ ഏതാണ്ടൊക്കെ മാറ്റി. ആ മറ്റേ ബെയറിങ്ങും അത് എന്നോട് സംബന്ധിച്ച് ഏതാണ്ടൊക്കെ മാറ്റാണ്ടായിരുന്നൊക്കെ മാറ്റി. ഇപ്പം സംഗതി സ്മൂത്തായി. ഒച്ചയൊന്നുമില്ല. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സൗണ്ടും ഇല്ല. ഡെഡ് സീറോ സൗണ്ടാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വളരെ മൈന്യൂട്ടായിട്ടൊരു ഇതുണ്ട്. അത് ഭാവിയിൽ ചിലപ്പോൾ മാറ്റേണ്ടി വരുമായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ മറ്റേ ബെയറിങ്. പിന്നെ മാറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് മാറ്റി. നമ്മുടെ ഷോക്ക് അബ്സോർവർ കൂടാതെ KL17Y5 ഇയാളുടെ നമ്പർ എത്ര ഫ്രണ്ടിൽ കൂടെ സ്കൂട്ടർ പോകുന്നുണ്ട്. KL17Y5608 KL17Y5608 സ്കൂട്ടർ. ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ. ഇയാളുടെ എൻ്റെ മുമ്പിൽ കൂടെ ഏതാണ്ട് വഴിയും കൊടുക്കുന്നത്. പ്രായമായ മനുഷ്യനാണ്. പ്രായമായ മനുഷ്യനല്ല. അത് മാറ്റി. പിന്നെ ഇതിൻ്റെ വീൽ ബെയറിങ് മാറ്റി. നമ്മുടെ വീൽ ബെയറിങ് റൈറ്റ് സൈഡ് മാറ്റി. 2 ഷോക്ക് അബ്സോർബർ മാറ്റി. പിന്നെ സ്റ്റിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്താണ്ടൊരു ഹബ്ബോ അത് മാറ്റി. 3 ഐറ്റം മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയ ഇതുണ്ടെന്ന് അറിയാം. സ്ലോ സ്പീഡിൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ഇതുകൊണ്ട് ഈ വണ്ടിയിൽ ചെറിയ ചേഞ്ചസ്. ഈ സ്ലോ സ്പീഡിൽ ഇതിനൊരു ബോട്ട് ലൈക്ക് ഫീൽ ഉണ്ടെന്നാണ് മറ്റേ ന്യൂഞ്ഞി പറഞ്ഞത്. സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ഓണർ നമ്മുടെ ഒരു കസിൻ കൂടിയാണ്. മുറിമറ്റത്തിൽ ഫാമിലിയാണ്. അതിനൊരു ബോട്ട് ലൈക്ക് ഇതുണ്ട്. അതായത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ്. ബോട്ടിൽ നമ്മൾ കയറുമ്പോഴുള്ളൊരു മൂവ്മെൻ്റ് ഇല്ലേ, അത് സ്ലോ സ്പീഡിലേ ഉള്ളൂ. ഹൈ സ്പീഡിലേക്ക് പോകുമ്പോൾ അത് കാണുമെന്നില്ല. റംബൂട്ടാൻ ഓരെണ്ണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കണ്ടില്ല, ഒരു ചുമപ്പ് കളർ. ചുമപ്പല്ല, ഒരു മറ്റേ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു വോബ്ലിങ്സ് മറ്റേ ബോട്ടിൽ നമ്മൾ കയറുമ്പോഴുള്ളൊരു ഇതുപോലെ ഒരു ഇത് സ്ലോ സ്പീഡ് ഉണ്ട്. അത് ടയറിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. മറ്റേ മെക്കാനിക്കൽ സൈഡ് ഓക്കെയാണെന്ന് പറഞ്ഞത്. പുള്ളി ഇന്നലെ ഓടിച്ച് നോക്കി. ആ പുള്ളിയും മെക്കാനിക്കൊക്കെ ഓടിച്ച് ചെക്ക് ചെയ്തു. മറ്റ് ഇതില്ല. ഇനിയിപ്പോൾ ആ ടയറിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. ടയർ പഴയതാണ്. 9 കൊല്ലം പഴക്കമുള്ള MRF ZVT ടയറാണ്. MRF നന്നായിട്ട് ലാസ്റ്റ് ചെയ്തു കേട്ടോ. 9 വർഷം ലാസ്റ്റ് ചെയ്ത്. ഒരു പോലും വർഷം പോയില്ല. ആകെ അതൊരു ആക്സിഡൻറ്റിൽ ഒരു ടയർ പൊട്ടിപ്പോയതല്ലാതെ, ആക്സിഡൻറ്റ് ഇടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂട്ടറിൻ്റെ ഫുട് റെസ്റ്റ് എങ്ങാണ്ട് കൊണ്ടാന്ന് തോന്നുന്നു ഒരു ടയർ പൊട്ടിയതല്ലാതെ ഈ 9 വർഷത്തിനുള്ളിൽ 5 MRF ടയർ ഉണ്ടായിരുന്നു. ആ പൊട്ടിയ ടയറിന് പകരം ഒരു യോക്കോഹാമ എർത്ത് 1 മേടിച്ച് അത് യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇത് ടയർ 4 മാറ്റണം. അതാണ് മെയിനായിട്ടൊരു ടാസ്ക് ഉള്ള ഇതിൽ.
മറ്റത് ചെയ്തു. ഈ വലിയ വലിയ 5 സ്റ്റാർ AC പോയിരുന്ന് ടൊയോട്ടയിൽ പോയിട്ട് കംപ്ലൈൻ്റ് ഉള്ള കാറ് കെട്ടി തിരിച്ചു വന്നേക്കാളും ഭേദം നമ്മൾ ഇതുപോലെ ചെറിയ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്കറിയാവുന്നവരുടെ അടുത്ത് നിന്ന് ക്ലിയറായിട്ട് പണി ചെയ്യിച്ചുകൊണ്ട് തന്നെ നല്ലത്. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ടൊയോട്ടയിൽ ഓരോ തവണ പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം പുതിയ പ്രോബ്ലംസ് വരും. ഇതേവരെ കാണാത്ത പുതിയ പുതിയ പ്രോബ്ലംസ് കാറിൽ ഓരോ തവണ അവൻ്റെ സർവീസിൽ നിന്ന് ഇത് കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുമ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഈ ഹോണ്ടയിലും ഉണ്ട്, കോലഞ്ചേരിയിലുള്ള. അങ്ങോട്ട് പോണ കംപ്ലയിൻറ്റ് വണ്ടിക്ക് വലിയ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് എനിക്ക് സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ തന്നെ മടിയായിരുന്നു. ഇവിടെ ഈ ടൊയോട്ടയുടെ സർവീസ് സെൻറ്ററിലും ഹോണ്ട, നിപ്പോൺ ടൊയോട്ട നിപ്പോൺ ടൊയോട്ട മൂവാറ്റുപുഴയും അതുപോലെ മുത്തൂറ്റ് ഹോണ്ട കോലഞ്ചേരി ഇവിടെ രണ്ട് സ്ഥലത്ത് കൊടുക്കാൻ പേടിയായിരുന്നു. കാരണം പോകുമ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല വണ്ടിക്ക്, തിരിച്ച് വരുമ്പോഴായിരിക്കും കംപ്ലയിൻറ്റ്. നമ്മളിപ്പോൾ സർവീസിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉള്ള കംപ്ലയിൻറ്റ് മാറ്റാനല്ലേ സർവീസ് കൊടുക്കണേ. ഇത് പുതിയ കംപ്ലയിൻറ്റ് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ആരെങ്കിലും കൊണ്ട് സർവീസിന് കൊണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഓതറൈസ് പരിപാടി അങ്ങ് നിർത്തി. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നില്ല ഓതറൈസ്. 20 കൊല്ലം പഴയ കാറ് ഓതറൈസിൽ അല്ല ജയിച്ചത്, ലോക്കലായിട്ട് ഓരോരോ വർക്ക്ഷോപ്പുകളിൽ ചുമ്മാ ജയിക്കുക ചെയ്ത്, നമ്മുടെ സാന്നിധ്യത്തിൽ ജയിക്കുക ചെയ്ത്. അത് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അന്നേരം മാറ്റാറുണ്ടായിരുന്നുള്ളൂ. അതായത് പിന്നെ ജനറലായിട്ട് ഈ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ പറയും മാറ്റണമെങ്കിൽ. അങ്ങനെ മാറ്റേണ്ട അത്യാവശ്യമാണെന്ന് പറയണത് മാറ്റും. അല്ലാതെ ഈ പറയണ ഓതറൈസ് ചെന്നിട്ട് അവൻ പറയണ പോലെ അങ്ങ് മാറ്റാറില്ല. 9 കൊല്ലം പഴയ മാരുതി സുസുക്കി കാറില്ലേ പഴയത് 800 മാരുതി സുസുക്കി, അതും ഇതുപോലെ ഓതറൈസ്ഡ് അല്ല നോക്കിയത്. സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ ഒരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓതറൈസ്ഡിൻ്റെ അത്ര അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് ക്ലിയറായിട്ട് വണ്ടി പണി ചെയ്ത് കിട്ടുന്നതാണ് പ്രധാനം. അല്ലാണ്ട് ഓതറൈസ് പോയി AC ഇരുന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യം. AC മറ്റേ നിപ്പോൺ ടൊയോട്ട ഉള്ളൂ കേട്ടോ, മറ്റോടത്ത് ACയും KCയും ഒന്നുമില്ല. ഈ മുത്തൂറ്റ് കോലഞ്ചേരി